അസ്സലാമലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ആവോലി വെച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു ഫ്രൈ ഉണ്ടാക്കിയാലോ? ആവോലി വാങ്ങിച്ചപ്പോൾ അവർ കട്ട് ചെയ്തിട്ട് തന്നെയാണ് തന്നത്. 2 എണ്ണം മുഴുവനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് അവർ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് തന്നിരുന്നത്. നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മസാല പിടിപ്പിച്ചെടുക്കണം. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഇതുപോലുള്ള 2 പീസ് ഇഞ്ചിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല മീനിന്റെ അകത്തും പുറത്തുമായി നല്ല പോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. മീനിൽ നല്ലതായി വരഞ്ഞിട്ട് കൊടുത്തിട്ടൊക്കെയുണ്ട്. അതിൻ്റെ അകത്തേക്കെല്ലാം മസാല പുരട്ടി നന്നായി പിടിപ്പിച്ചെടുക്കണം. ഇതൊരു ക്ലീൻ ഫിലിം വെച്ച് പൊതിഞ്ഞ് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 5-6 മണിക്കൂർ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാലോ കൂടുതലായിട്ട് നന്നായി മസാല പിടിച്ചു കിട്ടുകയും ചെയ്യും. രാവിലെ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ്. വൈകിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്യാനുള്ള പാൻ ചൂടാക്കി 1/4 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മീൻ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ പാനിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 2 സവാള ചെറുതായി എരിഞ്ഞതും 1 തക്കാളി അതുപോലെ ചെറുതായി എരിഞ്ഞതും 3 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയും ഒക്കെ വാടി വന്നിട്ടുണ്ട്. മീനിൽ പുരട്ടി വെച്ച മസാലയുടെ ബാക്കി ഒന്ന് വടിച്ചെടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളൻ പുളി 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം. വഴണ്ട് നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല മീനിൻ്റെ ഒപ്പം തന്നെ നന്നായി പൊതിഞ്ഞ് വെച്ച് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിൽ വെച്ച് വിളമ്പാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. അത്രക്ക് നല്ല രുചിയായി കിട്ടിയിട്ടുണ്ട്. ആവോലി കിട്ടിയാൽ ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിനായിട്ട് വേറെ കറിയൊന്നും വേണ്ട ആവശ്യമേ ഇല്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.